റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കൂട്ടുകാർ വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, തുവഫിയ സയ്യിദുനാ തുവഫിയ സഅദ് ഇബ്നു മുആദ്. അവിടുന്ന് ഞങ്ങളുടെ നേതാവായി പരിചയപ്പെടുത്തിയ സഅദ് ഇബ്നു മുആദ് മരണപ്പെട്ടു പോയി നബിയേ, മരണപ്പെട്ടു പോയി നബിയേ, വഫാത്തായി പോയി നബിയേ. ഹബീബായ നബി തങ്ങൾ ആ മരണ വീട്ടിലേക്ക് റസൂലുള്ളാഹി ചെല്ലുകയാണ്. ഹബീബായ നബി തങ്ങൾ മരിച്ചതാകുന്ന വ്യക്തിയുടെ ജനാസയുമായി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിച്ചിട്ട് ആ ജനാസ മയ്യത്ത് കട്ടിൽ വെച്ചുകൊണ്ട് അനുയായികൾ പള്ളിയിലേക്ക് വരുമ്പോ ഹബീബായ നബി തങ്ങൾ മയ്യത്ത് കട്ടിലിന്റെ മുന്നിലൂടെ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. സഹാബത്ത് നോക്കുകയാണ് നബി തങ്ങളെ. അല്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കാല് നിലത്ത് കുത്താൻ പ്രയാസപ്പെടുകയാണ്. കാല് പരിപൂർണമായി നിലത്ത് കുത്തുന്നില്ല, തന്റെ വിരല് മാത്രം കുത്തിക്കൊണ്ടാണ് നബി തങ്ങൾ നടക്കുന്നത്. ഇത് കണ്ടപ്പോ അനുയായികൾ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, മാലക യാ ഹബീബല്ലാഹ്, എന്തെങ്കിലും വിഷമമുണ്ടോ നബിയേ, എന്തെങ്കിലും പ്രയാസമുണ്ടോ നബിയേ? ഈ മദീനത്തൂടെ തെരുവിലൂടെ നടക്കാൻ അവിടുത്തെ കാലിൽ വല്ല ചരൽക്കല്ലുകൾ പതിച്ചിട്ടുണ്ടോ, വല്ല മുള്ളുകൾ തറച്ചിട്ടുണ്ടോ? എന്താണ് അവിടുന്ന് വിരലുകൾ മാത്രം കുത്തി നടക്കുന്നത്? എന്തുകൊണ്ട് പാദം കാലൂന്നുന്നില്ല? കാല് നിലത്ത് ശരിക്കും കുത്താതെ എന്തിനാണ് നടക്കുന്നത്? ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് എന്തിനാണ് നടക്കുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബത്തേ സഹാബത്തേ, ഇതൊരു സാധാരണ വ്യക്തിയുടെ ജനാസയല്ല. ഈ വ്യക്തി മരണപ്പെട്ടപ്പോൾ തന്നെ അല്ലാഹുവിന്റെ അർശ് കിടുകിടാ കുലുങ്ങിപ്പോയ സഹാബ. മിൻ അജ്ലി ഖാലിഖി സമിഅനാ ബിഹി ഇല്ലാ ലിസഅദ് അബാംരി. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണവാർത്ത കേട്ടപ്പോ അല്ലാഹു വന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിന്റെ അർശ് പോലും വിറങ്ങലിച്ചു അത്രേ കുലുങ്ങിപ്പോയത്രേ. ആ കുലുക്കമുണ്ടാക്കി എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ, ഇദ്ദേഹത്തിന്റെ ജനാസ അനുഗമിക്കാൻ, ഈ സഅദ് ഇബ്നു മുആദിന്റെ ജനാസ അനുഗമിക്കാൻ വേണ്ടി മാത്രമായി 70,000 മലക്കുകളെ, ഒന്നല്ല സഹാബ, 10 സഹാബ, 1000 സഹാബ, 70,000 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമാക്കപ്പെട്ട മദീനയിലെ ഈ ചെറിയ തെരുവിലൂടെ മലക്കുകളെ ഇറക്കിയിരിക്കുകയാണ്. ആ മലക്കുകൾ വന്നുകൊണ്ട് തിക്കും തിരക്കിലൂടെ നടക്കുന്നത് കാരണമായി എനിക്കെന്റെ കാല് നിലത്തൊന്ന് കുത്താൻ കഴിയുന്നില്ല, എന്റെ കാല് ശരിക്കും ഉറപ്പിക്കാൻ കഴിയുന്നില്ല സഹാബത്തെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്ന് ചിന്തിക്കണേ ഉമ്മ, ഒന്ന് ചിന്തിക്കണേ ചെറുപ്പക്കാരാ, കാത് കൊടുത്ത് ചിന്തിക്കണേ, ഹൃദയം കൊടുത്ത് ചിന്തിക്കണേ, ഓർമ്മ പുതുക്കിക്കൊണ്ടെന്ന് ഓർക്കണേ. ഈ സദസ്സിലൂടെ മരണത്തെ കുറിച്ച് ഓർക്കണേ, ഖബറിനെ കുറിച്ച് ഓർക്കണേ, ഓർക്കണേ. ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ടതല്ലയോ ഖബർ? ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാള്, ഇല്ലെങ്കിൽ അടുത്ത മാസം, ഇല്ലെങ്കിൽ ഈ ലോകം അവസാനിക്കുമെന്ന് ശാസ്ത്രം പറഞ്ഞ സമയത്ത് സൂറന്ന കാകളത്തിലൂടെ ഇസ്രാഫീൽ എന്ന നേരത്ത് മരിക്കേണ്ടവരല്ലയോ, ഖബറിലേക്ക് പോകേണ്ടവരല്ലയോ? ആ 6 മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് പോകുമ്പോ എന്ത് അമലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? എന്ത് നന്മയാണ് ചെയ്തിട്ടുള്ളത്? ദുനിയാവിൽ കള്ളുകുടിച്ചു നടന്നു, ദുനിയാവിൽ വിചരിച്ചു നടന്നു, ദുനിയാവിൽ അശ്ലീലത ലോകത്തേക്ക് കണ്ണു നട്ട് നടന്നു, ദുനിയാവിൽ വീടി വലിച്ചുകൊണ്ട് നടന്നു, ദുനിയാവിൽ ഫനായും ഫസാദും പറഞ്ഞുകൊണ്ട് നടന്നു, ദുനിയാവിൽ നമസ്കരിക്കാതെ നടന്നു, ദുനിയാവിൽ നോമ്പ് പിടിക്കാതെ നടന്നു, ദുനിയാവിൽ സദഖ കൊടുക്കാതെ നടന്നു, ദുനിയാവിൽ സകാത്ത് കൊടുക്കാതെ നടന്നു, ദുനിയാവിൽ ഹജ്ജ് ചെയ്യാതെ നടന്നു. പാവപ്പങ്ങളെ സഹായിക്കാൻ, നിരാലംബർക്ക് അവലംബമാകാൻ, നിരാശ്രയർക്ക് ആശ്രമാകാൻ, പരിശുദ്ധമാകുന്ന ദീനിനു വേണ്ടി സഹായിക്കാൻ എത്രയെത്ര അവസരങ്ങൾ നിനക്കുണ്ടായിരുന്നു. പക്ഷേ നീ ഒന്നും നൽകിയില്ല. പാവപ്പെട്ട പെൺകുട്ടികൾ വീടിന്റെ കത്തലങ്ങളിൽ കണ്ണീരും കയ്യിലുമായി കഴിയുന്ന എത്രയെത്ര സഹോദരിമാരാണ്. 35-40 വയസ്സെത്തിയതാകുന്ന സഹോദരിമാര് പ്രായം കഴിഞ്ഞിട്ടും അവരെ ഒന്ന് വിവാഹം
കഴിപ്പിക്കാൻ, അവരുടെ വൈകാരിക തലത്തെ ഒന്ന് അണച്ചു കൊടുക്കാൻ കഴിയാത്ത മുസ്ലിമേ, നിന്റെ സമ്പത്ത് കൊണ്ട് നിനക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നീ എങ്ങനെയാ ഒരു മുഅ്മിനായിട്ട് തീരുക? എങ്ങനെയാണ് നിന്റെ ഖബർ ജീവിതം നന്നാക്കുക? ബഹുമാനപ്പെട്ട മുസഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയപ്പോ എങ്ങനെയാണ് വിട പറഞ്ഞു പോയത്? വെറുതെ വിട പറഞ്ഞു പോയതല്ല. അദ്ദേഹം ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തി, ഇദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല. ആ സഅദ് ഇബ്നു മുആദിന് വേണ്ടി എണീറ്റ് നിൽക്കണേ. എണീറ്റ് നിൽക്കാൻ അനുയായികളെ പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ ചരിത്രം സാക്ഷിയാണ്. ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ലോകത്തിന്റെ നായകൻ തന്നെ പ്രിയപ്പെട്ട അനുയായികളോട് ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടി എണീറ്റ് നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഅദ് ഇബ്നു മുആദ് അല്ലാതെ കാണാൻ സാധിക്കില്ല. അത്രത്തോളം റസൂലുള്ളാഹിക്ക് അടുത്ത് പോലും വല്ലാത്ത സ്ഥാനമുള്ള വ്യക്തിയാണ് സഅദ് ഇബ്നു മുആദ്. അല്ലാഹുവിന്റെ അർശ് പോലും വിറങ്ങലിച്ചു പോയത്രേ മരണപ്പെട്ടപ്പോ. എല്ലാവരും വല്ലാത്തൊരു അശരീരിയിലേക്ക്, വല്ലാത്തൊരവസ്ഥ വിശേഷത്തിലേക്ക് ലോകം മുഴുവനും നീങ്ങിയ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ വിരൽ കുത്ത് നടക്കുന്നത്. ചോദിച്ചു പോയി അനുയായികൾ, എന്ത് പറ്റി നബിയെ? റസൂൽ പറയുകയാണ്, അദ്ദേഹത്തിന്റെ ജനാസ അനുഗമിക്കാൻ വേണ്ടി മാത്രമായി 70,000 മലക്കുകൾ കടന്നു വന്നതിന്റെ പേരിൽ എനിക്കെന്റെ കാല് നിലത്ത് കുത്താൻ കഴിയുന്നില്ല. മലക്കുകളുടെ ആധിക്യത്താലെന്ന് പറഞ്ഞ പ്രവാചക പുങ്കവൻ ഓർമ്മപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ പോലും 6 മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബറിലേക്ക് കൊണ്ടുവന്ന് വെച്ചപ്പോ ലഖദ് സമിഉതു സഹാബാ, ഞാൻ കേട്ടുപോയ സഹാബാ, ലഗ്തതം മിനൽ ഖബർ, ഖബറെടുക്കുന്ന ശബ്ദം, ഖബറിനെടുക്കുന്ന ശബ്ദം, ഖബർ വല്ലാതെ ഇടുക്കുന്ന ശബ്ദം ഞാൻ എന്റെ കർമ്മപടം കൊണ്ട് കേട്ടുപോയ സഹാബാ. അതുകൊണ്ട് സാബത്തെ അമൽ ചെയ്യാതെ, അമലില്ലാതെ ഖബറിലേക്ക് പോകണ്ട സഹാബാ. ലൗ നജാ അഹദും മിൻ ലഗ്തതിൽ ഖബർ, ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ലനജാ സഅദ് ഇബ്നു മുആദ്, എന്റെ അനുയായിയായ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നുവെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ثلاث لا يكلمهم الله يوم القيامة ولا يزكيهم ولا ينظر إليهم ولهم عذاب أليم. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സഹാബാ 3 കൂട്ടരെ അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്. 3 കൂട്ടരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറയിൽ അവരിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ലത്രേ. ലാ യുകല്ലിമുഹുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് സംസാരിക്കുകയില്ലത്രേ. വലാ യുസക്കീഹിം, അല്ലാഹു അവരെ പരിശുദ്ധിപ്പെടുത്തുകയില്ലത്രേ. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ആ 3 കൂട്ടരെന്നറിയുമോ? അതിലാദ്യമായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് അൽ മുസ്ബിലൂ. ഈ ദുനിയാവിൽ എത്ര വാഴ് കേട്ടാലും എത്ര ശ്രവിച്ചാലും നെരിയാണിക്ക് താഴെ തുണി ഉടുത്തുകൊണ്ട് നടക്കുന്ന സഹോദരനാണ്. എത്രയോ ചെറുപ്പക്കാരാണ് നമസ്കരിക്കുന്ന സമയത്ത് അവരുടെ പാൻസ് വരെ തെറുത്ത് കയറ്റി വെക്കുന്നുണ്ട്. പക്ഷെ നിസ്കാരം കഴിയുന്ന സമയത്ത് അഴിച്ചിടുകയാണ്. മലിനമാക്കപ്പെട്ട സ്ഥലത്തു കൂടിയെല്ലാം നടക്കുകയാണ്. നമസ്കാരം അസാധുവല്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരുമ്പോ അല്ലാഹു കരുണയുടെ നോട്ടം അവരിലേക്ക് നോക്കൂല. ചെറുപ്പക്കാരാ, നീ ചിന്ത
ചിന്തിക്കണേ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ ചിന്തിക്കണേ. ഈ പറയുന്നത് പുരുഷന്മാരോടാണ്, പുരുഷന്മാരോടാണ്. അൽ മുസ്ബിലൂ, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവനെ നാളെ ആഖിറത്തിൽ അല്ലാഹു കരുണയുടെ നോട്ടം നോക്കൂല. രണ്ടാമത്തത് വൽ മന്നാൻ, എടുത്തു പറഞ്ഞുകൊണ്ട് നടക്കുന്നവനാണ്. ഈ ദുനിയാവിൽ പാവങ്ങളുടെ കണ്ണീരൊപ്പിയനാണ്. പ്രളയം വന്നപ്പോൾ കൊണ്ടുപോയി അരി കൊടുത്തവനാണ്, ഗോതമ്പ് കൊടുത്തവനാണ്, പൈസ കൊടുത്തവനാണ്, പ്രശ്നങ്ങൾ പരിഹരിച്ചവനാണ്, സാമ്പത്തികമായി സഹായിച്ചവനാണ്. പക്ഷേ അവൻ മറ്റുള്ളവരോട് എടുത്തു പറയുകയാണ്, ഞാനാണ് അവര് ഭക്ഷണം നൽകിയത്, ഞാനാണ് അവര് വസ്ത്രം കൊടുത്തത്, ഞാനാണ് അവർ അത് ചെയ്തത് ഇത് ചെയ്തത് എന്ന് എടുത്തു പറയുന്ന സഹോദരാ, നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ കരുണയുടെ നോട്ടം അല്ലാഹു നോക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നിന്നോട് കരുണയുടെ നോട്ടം നോക്കൂല, നിന്നോട് സംസാരിക്കുകയില്ല, നിനക്ക് ശക്തമായ ശിക്ഷയുണ്ടാകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. മൂന്നാമത്തെ കൂട്ടരാരാണ്? വൽ മുൻഫിഖു സലാതഹു ബിൽ ഹൽഫിൽ കാദിബ്, കള്ള സത്യം ചെയ്തുകൊണ്ട് സാധനങ്ങളെ വിറ്റഴിക്കുന്ന ആളുകളില്ലയോ, സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തീർച്ചയായും അവർക്ക് അദാബാൻ, അദാബാൻ. കച്ചവടം ചെയ്യുന്ന ആളുകൾ കള്ളത്തരം പറഞ്ഞുകൊണ്ട് ലാഭം കൊയ്തെടുക്കുക ഒരിക്കലും പറയാൻ പാടില്ല. ഇപ്പൊ ബിസിനസ് ഒക്കെ നടക്കുന്നത് അധികവും ഓൺലൈനാണ്, അല്ലേ? ഓൺലൈൻ ബിസിനസ് ആണ്. ഫ്ലിപ്കാർട്ടും ആമസോണും ഒക്കെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൂടെ തന്നെ സാധനങ്ങൾ വിലക്കുറച്ച് വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. എല്ലാ സാധനങ്ങളും നെറ്റിൽ വഴി ഓൺലൈൻ ബിസിനസ് ആണ്. സലമ കച്ചവടം പോലെ. നേരത്തെ തന്നെ സാധനങ്ങളുടെ പൈസ അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുത്ത് പൈസ കൊടുത്തതിന് ശേഷം സാധനം വീട്ടിൽ വരും. അനുവദനീയമാണ്, ഇസ്ലാമിൽ അനുവദിച്ച സംഭവമാണ്. പക്ഷെ സാധനങ്ങളൊക്കെ നോക്കിയെടുക്കണം. ചിലപ്പോൾ ഷൂ വാങ്ങിയിട്ട് ചിലർ വീട്ടിൽ വരുമ്പോഴത്തേക്കും പിള്ളേർക്ക് ഇടാനേ പറ്റുള്ളൂ. ആ സൈസ് ചെറിയ ഷൂ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാകും. കഴിഞ്ഞ ദിവസം 2-3 ചങ്ങായിമാര് ഫേസ്ബുക്ക് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാപ്ടോപ്പ് വേണ്ടി ഓർഡർ കൊടുത്തതാണ് ഫ്ലിപ്കാർട്ടിൽ. വന്നത് 2-3 ഇഷ്ടികയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് സംഭവങ്ങൾ ശ്രദ്ധിച്ചോണം. പിന്നെ നിങ്ങൾ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചിലർ മസല ചോദിക്കാറുണ്ട്. പറ്റുമെന്നാണ്. ഈ രീതിയിലാണെങ്കിൽ പറ്റും. പക്ഷെ പലിശയുമായി ബന്ധപ്പെടുന്ന രീതിയിൽ പോകാൻ പാടില്ല. അതെങ്ങനെയാണ്? 35,000 രൂപയുടെ സാധനമാണ്, നീ അതിനിപ്പോൾ 10,000 അടച്ചാൽ മതി, പിന്നെ ഗഡുക്കളായിട്ട് അടച്ചാൽ മതി. മൊബൈൽ വാങ്ങുകയാണ്, അവസാനം അടച്ചടച്ച് വരുമ്പോഴത്തേക്ക് 37,000 അല്ലെങ്കിൽ 36,000 അല്ലെങ്കിൽ 38,000. സംഭവം പലിശയാണ്. അതിപ്പോ മൊബൈലിലൊക്കെ അങ്ങനെയല്ലേ? മൊബൈൽ അങ്ങനെ വന്നല്ലോ. ഇപ്പൊ ആരും ശ്രദ്ധിക്കുന്നില്ലെന്നുള്ളൂ. മൊബൈൽ വരെ ഇപ്പൊ പലിശ വന്നിരിക്കാം. എങ്ങനെയാ പലിശ വന്നു? നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഈ പറയുന്ന വിഷയം ശ്രദ്ധിച്ചോ. ഞാൻ വേഗം നിർത്തും. മൊബൈലൊക്കെ ഇപ്പം ഏതെങ്കിലും നമ്മുടെ സ്ഥലത്ത് പോയി നിൽക്കുക, അപ്പോൾ കോള് ചെയ്യുന്ന സമയത്ത് കോള് പോകുന്നില്ല, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളിപ്പോ ഒരു ഓഫർ തരാം. നിങ്ങൾ ആ 8 പിടിച്ചൊന്ന് നിൽക്കിയാൽ മതി, ഒരു 15 രൂപ ഇപ്പൊ തന്നെ കിട്ടും. നിങ്ങൾ പിന്നെ റീചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് 18 രൂപ ഈടാക്കും. ഐഡിയക്കാർ പറയുന്നില്ല. ഐഡിയക്കാരുടെ ഐഡിയ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നാണ്. നിന്റെ ലൈഫ് കൊണ്ടുവന്ന് ഇൻട്രസ്റ്റിലേക്ക് എത്തിക്കും എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് പറഞ്ഞത്? ഇപ്പൊ നിനക്കിതാ 15 രൂപ ഞങ്ങൾ തരും, നീ 8 നെക്കിയാൽ മതി, ഈ നമ്പറിലേക്ക് ഒന്ന് ഡയൽ ചെയ്താൽ മാത്രം മതി, ജസ്റ്റ് ഒന്ന് നെക്കിയാൽ മതി, അപ്പോഴേ നിനക്ക് പൈസ കിട്ടും. പൈസ തീർന്നിരിക്കും. നിനക്ക് എന്ത് ചെയ്യും? 15 രൂപ ഇപ്പൊ തരും. പിന്നെ നീ റീചാർജ് ചെയ്യുന്ന സമയത്ത് അടുത്ത റീചാർജിൽ ഞങ്ങൾ നിന്റെ കയ്യിൽ നിന്നൊരു 3 രൂപ എക്സ്ട്രാ പിടിക്കും, 18 രൂപ. അതാണ് പലിശ എന്ന് പറയുന്നത്. അല്ല പലിശ തലയെക്കെട്ടും കെട്ടിയിട്ട് ചാലുവിട്ട് വരൂല. ഇതാണ് പലിശ. മനസ്സിലായിക്കോളും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ചെറുപ്പക്കാരും സഹോദരിമാരും അവരുടെ ജീവിതത്തിൽ അറിയാതെ ചെയ്തു വരുന്നതാണ്. കാരണം പെട്ട് നിൽക്കണം, കോള് വിളിക്കണം, അപ്പൊ ഇത് പിടിച്ചങ്ങ് നിൽക്കലേ, ഇതാരറിയാൻ പോകുന്നു? മക്കളെ, അത് പലിശയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതൊക്കെ പറയുമ്പോൾ വേറൊരു വിഷയമാണ്. പലിശ എന്നുള്ള വിഷയം വെക്കുമ്പോൾ പറയേണ്ട വിഷയമാണ്. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വരുന്നു.
അപ്പൊ ഓൺലൈൻ ബിസിനസ് നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇൻട്രസ്റ്റ് വരാതെ, പലിശ വരാതെ ശ്രദ്ധിച്ചോ, വളരെ ശ്രദ്ധിക്കണം. കബളിക്കപ്പെടാത്ത രീതിയിൽ നല്ല നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധ പതിപ്പിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, മക്കളൊക്കെ ഇന്ന് ആമസോണിനും ഫ്ലിപ്കാർട്ടിനും ഒക്കെ ഒരു ക്രൈസായി 24 മണിക്കൂറും സാധനങ്ങൾ ഓർഡർ ചെയ്ത് വളർത്തുന്നതാകുന്ന മക്കളുണ്ട് ഇന്ന് നമുക്കിടയിൽ. എപ്പോഴും 24 മണിക്കൂർ മൊബൈൽ ഫോണിലിരിക്കാൻ, എന്നിട്ട് സാധനങ്ങൾ മുഴുവൻ ഇങ്ങനെ വിലക്കുറവ് കേട്ടിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുന്നു. ഇതിനെവിടുന്നാണ് അവന്റെ പണത്തിന്റെ സോഴ്സ് എന്ന് മക്കളോടൊന്ന് ചോദിക്കണം. ഒപ്പ ചോദിച്ചേ പറ്റൂ. പെൺകുട്ടികളോട് ചോദിക്കണം. വാപ്പായുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഇപ്പോഴും നോക്കിയയുടെ പഴയ ഫോണാണ്. ഇപ്പോഴും വാപ്പാടെ കയ്യിൽ, മക്കളുടെ കയ്യിൽ പത്തക്കോല് പോലെ ലാപ്ടോപ്പ് ഇരിക്കാൻ, ടാബ് ഇരിക്കാൻ, 10 പോലെയുള്ള ഫോണുകൾ ഇരിക്കുക. സാംസങ്ങിന്റെ പല രീതിയിലുള്ള ഫോണുകൾ, ഐഫോൺ ഉണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക്, പ്ലസിന് പഠിക്കുന്ന കുട്ടിക്ക് എവിടുന്ന് ഇത് ആര് വാങ്ങിച്ചു കൊടുത്തു? എവിടുന്ന് ഈ പൈസ? അവളിടുന്ന ഷൂ, അവളിടുന്ന പർദ്ദ, ഇത് ആര് വാങ്ങിച്ചു കൊടുത്തു? ഏത് കൂട്ടുകാരൻ വാങ്ങിച്ചു കൊടുത്തു? എന്തിന്റെ പേരിൽ വാങ്ങിച്ചു കൊടുത്തു? ഇതെന്തേ നിങ്ങൾ അന്വേഷിക്കാത്തത്? കണ്ണൂർ ജില്ലയിൽ കോട്ട കാണാൻ വേണ്ടി 2 പേര് വന്നിരുന്നു. 2 കമിതാക്കളാണ്. കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ്. പോലീസ് വന്ന് പരിശോധിച്ചു. 2 പേരുടെ ഇരുത്തത്തിൽ സംശയം തോന്നി. പെണ്ണിനെ വിളിച്ച് മാറ്റി നിർത്തി ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴത്തേക്കും പെണ്ണ് ആ നാട്ടിലെ അടിയപ്പെട്ടതാകുന്ന ഒരു സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. 10ലാണ് പഠിക്കുന്നത്. മുസ്ലിം പെണ്ണ്, 36 വയസ്സുള്ള സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. കോട്ടയിൽ വന്നിരിക്കുക 2 പേര്. പെണ്ണ് വന്നിരിക്കുന്ന നല്ല പർദ്ദ കേട്ട് യൂണിഫോം എന്ത് ചെയ്യുക? ബാഗിനകത്ത് ഇരിപ്പുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബാഗിനകത്ത് പർദ്ദ, ഉമ്മാടെ പർദ്ദ അല്ലെങ്കിൽ പെങ്ങളുടെ പർദ്ദ എടുത്ത് വെക്കുന്നു. ഏതെങ്കിലും ശൗചാലയത്തിന്റെ പുറകിൽ, ഏതെങ്കിലും കെട്ടിടത്തിന്റെ പുറകിൽ വന്ന് ആ പർദ്ദ എടുത്ത് ഡിസ്മിയാണ് ചെല്ലിയിടുന്നു. ഡിസ്മി അവിടെ ചെല്ലുന്നു. റായത്തായിട്ട് നേരെ പോയി പാർക്കിൽ പോയിരിക്കുന്നു. എവിടെയെങ്കിലും പോയിരുന്നു സൊറ പറയുന്നു. എറണാകുളം ആണെങ്കിൽ ലുലു മാളുണ്ട്, കയറിയാൽ മതി. ഏതെങ്കിലുമൊക്കെ നല്ല മാളുകൾ ഉണ്ടാവും, അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ റാഹത്തായിട്ട് വൈകുന്നേരം വരെ കുറച്ച് ഫെയറാലൂലേക്ക് ഇട്ടാണ് കയറിയെങ്കിൽ AC ഉണ്ട്. സുഖമായിട്ട് തിരിച്ചിറങ്ങുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ വെളുത്തിട്ടുണ്ടാവും. കുറച്ച് വെളുക്കുകയും ചെയ്യും. AC-ക്കകത്തിരിക്കുക, റാഹത്തായി. ഇതൊക്കെ നമ്മുടെ സഹോദരിമാരുടെ ചെയ്ത്താണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എവിടെ എത്തിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചില്ലയോ? ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽവാശിമാത് വൽ മുസ്തൗശിമാത് والنامصات والمتنمصات والمتفلجات المغيرات خلق الله. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചിരിക്കുകയാണ്. അൽവാശിമാത്, ടാറ്റൂ ചെയ്യുന്ന സഹോദരിമാരില്ലയോ? ശരീരം മുഴുവനും പച്ചകുത്തുന്നതായ ചെറുപ്പക്കാരില്ലയോ? ജിംനേഷ്യത്തിൽ പോയി സിസ്പായ്ക്ക് വരുത്തിയിട്ട് അവന്റെ മസിലിന്മേൽ ശംഖ് വരച്ച് വെക്കുന്നവരെ, അത് എംബ്ലം വരച്ച് വെക്കുന്നവരെ, പല രീതിയിൽ പച്ചകുത്തി നടക്കുന്ന പുരുഷന്മാരെ, മുസ്ലിം സഹോദര, നിനക്ക് ഹറാമാണ്. എത്രയോ സഹോദരിമാരുണ്ട് ബിക്കിനി ധരിച്ചിട്ട് ശരീരത്തിന് നഗ്നമാക്കപ്പെട്ട ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിൽ പോയി, ബാംഗ്ലൂരും പോയി പച്ചകുത്തതാകിയ മുസ്ലിം പെങ്ങളെ, നിന്റെ കൂട്ടുകാരികളെ കണ്ടുകൊണ്ട് നിന്റെ ശരീരത്തിലേക്ക് നീ കൊണ്ടുവരരുതേ. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവുകൊണ്ട് ശപിച്ച വിഭാഗമാണ് അൽവാശിമാത് വൽ മുസ്തൗശിമാത്. പച്ചകുത്തുന്നവരെയും പച്ചകുത്താൻ ആവശ്യപ്പെടുന്ന സ്ത്രീകളെയും അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. തീർന്നില്ല. വന്നാമിസാത് വൽ മുതനമ്മിസാത് വൽ മുതഫല്ലിജാതി അൽ മുഗയ്യിറാതി ഖൽഖല്ലാഹ്.
അവൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന മനോഹരമായ മുഖത്തിലെ പിരികത്തെ പ്ലഗ് ചെയ്യുന്ന ചെറുപ്പക്കാരികളില്ലയോ? എത്രയോ സഹോദരിമാരുണ്ട് വയനാട്ടിലെ തരുണിമണികളാകുന്ന പെങ്ങളെ പെങ്ങളെ പാടില്ല പാടില്ല. അല്ലാഹുവിന്റെ റസൂല് ശപിച്ച വിഭാഗമാണ്. അല്ലാഹുവിന്റെ റസൂല് ശപിച്ച വിഭാഗമാണ്. വന്നാമിസാതി വൽ മുതനമ്മിസാത്. വിവാഹപ്രായം പോലും എത്താത്ത സഹോദരിമാരില്ലയോ? പിരികം പ്ലഗ് ചെയ്തുകൊണ്ട് പൈസ പൊടിക്കുന്ന പെങ്ങളെ അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇതൊക്കെ പഠിക്കണ്ടേ, നമ്മള് മനസ്സിലാക്കണ്ടേ? ഇതെല്ലാം പോയി ചെയ്യും. ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇവിടെ മുറിവും പ്രശ്നങ്ങളും ഒക്കെ മൂക്കുരും ഒക്കെ വരുമ്പോ ഉസ്താദിന്റെ അടുത്ത് വരും, ഉസ്താദേ ഇത് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോഴേ നമ്മള് മസല വയ്ക്കുന്നത്. അതിന് മുമ്പ് ഒരു മസല വയ്ക്കില്ല, എല്ലാം പെട്ട് കഴിയുമ്പോ ചോദിക്കും. മുമ്പ് അങ്ങനെയല്ല, ആദ്യം തന്നെ നമ്മൾ വന്നിട്ട് ഉസ്താദിന്റെ അടുത്ത് ചോദിക്കും, മുഹമ്മദ് ഉസ്താദിന്റെ അടുത്ത് ചോദിക്കും, മൂസക്കോയ ഉസ്താദിന്റെ അടുത്ത് പോയി ചോദിക്കും, മസലകൾ ചോദിക്കും, മനസ്സിലാക്കും, കാര്യങ്ങൾ അറിയും, എന്നിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല, നേരെ അങ്ങ് ചെയ്യും. അങ്ങ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. അവസാനം അത് വിഷയാന്ന് അറിഞ്ഞു കഴിയുമ്പോ പതുക്കെ അപ്പൊ നമ്മൾ ഉസ്താദ്മാരെ എതിർക്കാൻ നോക്കാം. അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ഹദീസായിട്ട് വന്നേക്കും. ഹദീസല്ലേ മുഹമ്മദ് ഉസ്താദ്, ഈ സദസ്സിലെ ആലിമീങ്ങളില്ലേ, ഇത് വെറുതെ ഓതുവല്ല. والنامصات والمتنمصات والمتفلجات المغيرات خلق الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നതായ മനോഹരമായ സൃഷ്ടിപ്പിനെ പകരമാക്കുന്ന പെങ്ങളെ അല്ലാഹു നിന്നെ ശപിച്ചിരിക്കുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ശപിച്ചത്. ലോകത്ത് നീ എവിടെ പോയാലും പൊരുത്തപ്പെടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. വിവാഹത്തിന് മുമ്പ് തീർത്തും പാടില്ല. ഷാഫി മദ്ഹബിൽ ഉലമാക്കളിൽ ചിലർ പറഞ്ഞു വിവാഹത്തിന് ശേഷം ഭർത്താവിന്റെ അനുമതിയുണ്ട് എങ്കിൽ അനുവദനീയമാണ് പിരികം പ്ലഗ് ചെയ്യൽ. വളരെ വിരൂപമാണ്, കോലം വളരെ കോലക്കേടാണ് എങ്കിൽ ഭർത്താവിന്റെ അനുമതി ഉണ്ട്, ഇക്കാട് അനുമതി ഉണ്ടെങ്കിൽ മാത്രം. ഇത് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നാളെ തന്നെ പറയും, നമ്മൾ ഇത്രയും നാളൊക്കെ ചെയ്യായിരുന്നു, ഉസ്താദ് പറഞ്ഞിട്ടില്ല ചെയ്യാന്ന്. അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് ബ്യൂട്ടീഷ്യന്റെ അടുത്തൊന്ന് പോയിട്ട് എന്റെ പിരികം പ്ലഗ് ചെയ്യണം എന്ന് താത്ത പറയും. എന്നാലും ഉലമാക്കളിൽ ചിലർ പറഞ്ഞു റസൂലുള്ള ശപിച്ച വിഭാഗമല്ലേ, അതിന് നിങ്ങൾ തുനിയണ്ട. അതിനാണ് ഏറ്റവും നല്ലത്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ലക്ഷങ്ങൾ പൊടിക്കാൻ 330 രൂപ മുതൽ അങ്ങോട്ട് തുടങ്ങും ബ്യൂട്ടീഷ്യന്റെ പല പരിപാടികൾ. മുഖം കഴിത്തരും, അത് കഴിത്തരില്ല, ഇങ്ങനെ കഴി വെളുപ്പിച്ചിരിക്കുക ബ്യൂട്ടീഷ്യന്റെ അടുത്ത് പോയിട്ട് ലക്ഷങ്ങൾ പൊടിക്കാൻ. ആരാണ് ഇതിന്റെ പുറകെ നിൽക്കുന്നതൊക്കെ മുസ്ലിം വനിതകൾ. ഇസ്ലാമിൽ അതിനൊക്കെ സ്ഥാനമുണ്ടോ? ചിന്തിക്കണം. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതം നമ്മൾ പഠിച്ചിട്ടില്ലയോ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. സുഖമില്ലാതെ കിടക്കുന്ന ഫാത്തിമ ബീവിയുടെ ചാരത്തേക്ക് അസ്മാ ബിന്തു ഉമൈസ് റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമ ബീവിയുടെ കൂട്ടുകാരിയാണ്, കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നു, മായുബ്കീകി യാ ഫാത്തിമ, എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മയ്യത്ത് കട്ടിൽ ഓർത്തിട്ടാണ് കരയുന്നത്, മയ്യത്ത് കട്ടിൽ ഓർത്തിട്ടാണ് കരയുന്നത്. അതിനെ മയ്യത്ത് കട്ടിൽ ഓർത്തിട്ട് കരയുന്നത്, അത് ഇപ്പോഴത്തെ മയ്യത്ത് കട്ടിൽ ഓർത്തിട്ടാണ്. കാരണം അന്ന് ഉള്ള മയ്യത്ത് കട്ടിൽ ഒറ്റ പലകയാണ്. ആ ഒറ്റ പലകയുടെ മേളിൽ മയ്യത്ത് എടുത്ത് വെച്ചിട്ട് മയ്യത്ത് ചുമന്നുകൊണ്ടു. അതാണ് ജനാസ, മയ്യത്ത് കട്ടിൽ. അത് ഓർത്തിട്ടാണ് എനിക്ക് വിഷമം. കാരണം എന്താ, 3 തുണിയിൽ കഫം പൊതിഞ്ഞ് എന്നെ കൊണ്ടുവന്ന് അതിന്റെ മുകളിൽ വെച്ചാലും എന്റെ ശരീരത്തിന്റെ മാംസതളമാകുന്ന ഭാഗങ്ങൾ, എന്റെ ശരീരത്തിന്റെ നീളം, എന്റെ ശരീരത്തിന്റെ വണ്ണം അന്യപുരുഷന്മാരെ കാണില്ലേ? അത് ഓർത്തിട്ട് എനിക്ക് കരച്ചിലടക്കാൻ കഴിയുന്നില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല മരിച്ചതിന് ശേഷമുള്ള വിഷയത്തെ കുറിച്ച് പോലും ചിന്തിച്ചു ഫാത്തിമ ബീവി റളിയല്ലാഹു തആല. നമ്മളോ വിവാഹത്തിന്റെ ദിവസമാണ് പള്ളിയിലെ മുലിയാർ വരുന്നൊരു നിക്കാഹിന്, അതിന് മുന്നിൽ കൂടെ നമ്മൾ നടക്കും. ഔറത്ത് മറച്ചിട്ടില്ല, വേണമെങ്കിൽ ശരീരം കൊണ്ട് ഇടിച്ചാലും ഒരു മൈൻഡ് ചെയ്യൂല, നടക്കും നമ്മൾ. വിവാഹം ഓഡിറ്റോറിയത്തിലാണ്, അതിന്റെ ഫ്രണ്ട് മുഴുവൻ സ്ഥാനം പിടിച്ചിരിക്കുന്നത് സ്ത്രീകളാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴിഞ്ഞ ഉടനെ ഉണ്ട്, കൗണ്ടർ തുറക്കാണ്ട് വാതിലും കൊണ്ട് തുറക്കുമ്പോഴേ താത്ത ഇടിച്ചു കയറുകയാണ്.
ഇടിച്ചു കയറാൻ എല്ലായിടത്തും ഒന്നാം സ്ഥാനം വേണം. എവിടെ എത്തി നമ്മൾ? ഒരു ഒതുക്കമില്ലാതായി. പുറത്തിറങ്ങുന്ന സമയത്ത് പണ്ട് പഴയ കാലത്തിൽ ഉമ്മമാരിങ്ങനെ കൊട ചൂടുമായിരുന്നു. കാരണം എന്താ? അന്യപുരുഷനിൽ നിന്ന് പോലും മറ അവർ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയല്ല, എത്ര വെയിലായാലും കൊട വേണ്ട, നമുക്ക് റാഹത്തായിട്ട് നടക്കാം. വെയിലത്ത് പോലും കൊട ചൂടാത്ത വിഭാഗമായി നമ്മൾ മാറിയില്ലേ? ലജ്ജയില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അൽ ഈമാനു വൽ ഹയാഉ ഖുരിനാ ജമീഅ ഇദാ റുഫിഅ അശ്ശൈഉ റുഫിഅ അല്ലാഹു ശഫീഉന റസൂലുള്ളാഹി. വിശ്വാസവും ലജ്ജയും പരസ്പര പൂരകങ്ങളാണ്. രണ്ടും ഒരുമിച്ചുണ്ടാകും എന്ന് പറഞ്ഞാൽ വിശ്വാസിയാണോ അവന് ലജ്ജയുണ്ടാകും. ഇദാ റുഫിഅ അശ്ശൈഉ, അതിൽ ഒന്ന് ഉയർത്തപ്പെട്ടാൽ, ലജ്ജ ഉയർത്തപ്പെട്ടാൽ, റുഫിഅൽ ആഖിറു, ഈമാൻ ഉയർത്തപ്പെട്ടു പോകും, വിശ്വാസം പോകും. വിശ്വാസം പോയാൽ നരകത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കൂട്ടുകാരി പറഞ്ഞു, കരയണ്ട ഫാത്തിമ, നീ കരയണ്ട. അങ്ങകലെ എത്യോപ്യയിലുള്ളതാകുന്ന ഒരു മയ്യത്ത് കട്ടിലുണ്ട്, ചുറ്റും മറച്ചിട്ടുള്ള മയ്യത്ത് കട്ടിൽ. നമ്മൾ ഇന്നുള്ള മയ്യത്ത് കട്ടിലില്ലേ നമ്മൾ പള്ളിയിൽ കണ്ടിട്ടുള്ളത്? അത് ആദ്യമായി സൗദിയിൽ കൊണ്ടുവരുന്നത് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജനാസയാണ്. അവിടുത്തെ മയ്യത്തിന് വേണ്ടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതെങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു. സുഖമില്ലാതെ കിടക്കുന്ന കട്ടിലിൽ കിടക്കുന്ന ഫാത്തിമ ബിബി എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു തആല അൻഹ കൂട്ടുകാരിയാണ്. മഹദി അവர்கள் കാണിച്ചു കൊടുത്തതാ ഇതുപോലെ എന്ന് പറഞ്ഞു. ഈന്തപ്പന മടലുകൾ ചേർത്ത് വെച്ചിട്ട് കാണിച്ചു കൊടുത്തു. ചുറ്റും മറച്ചിട്ടുള്ള മയ്യത്ത് കട്ടിൽ കണ്ടപ്പോ ഫളഹിഖത്ത് ഫാത്തിമത്തു, ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ പുഞ്ചിരിച്ചു എന്നാണ്. മുത്തുനബി വഫാത്തായി 6 മാസങ്ങൾക്ക് ശേഷം ആദ്യമായി പിന്നീട് പുഞ്ചിരിക്കുന്നത് സ്വന്തം മയ്യത്ത് കട്ടിൽ ചുറ്റും മറച്ചിട്ടാകുമെന്ന് കേട്ടപ്പോൾ എന്നാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ ബിയുടെ വിശേഷണമെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നിട്ടും ഫാത്തിമ ബി പറഞ്ഞു, ഞാൻ മരിച്ചാൽ രാത്രിയിലെ കൊണ്ടുപോയി അടക്കാവുള്ളൂ, അന്യപുരുഷന്മാര് ദർശിക്കരുത്. ഈ മയ്യത്ത് കട്ടിൽ ഇങ്ങനെ ചുറ്റും മറച്ചാൽ പോലും എന്നെ കണതിനുള്ളിലേക്ക് കടത്തിയിട്ട് ഒരു തുണി കൊണ്ട് ചുറ്റും മറക്കണേ, എന്നിട്ടേ കൊണ്ടുപോകാവുള്ളൂ എന്ന് ഫാത്തിമ ബി റളിയല്ലാഹു തആല അൻഹ. ജനാസ അടക്കുന്ന സമയത്ത് ഒരു തുണി പിടിക്കണേ, എന്നിട്ട് ആ തുണി ചുറ്റും പിടിച്ചിട്ട് മറച്ചു പിടിച്ചിട്ട് വേണേ ജനാസത്തിലേക്ക് ഇറക്കി വെക്കാൻ ഫാത്തിമ ബി റളിയല്ലാഹു തആല അൻഹ. അന്ന് മുതൽ മുസ്ലിം സമുദായം ഏറ്റെടുത്ത ഒരു ചര്യയാണ് ഇതൊക്കെ. മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് വല്ലതും ശ്രദ്ധിക്കുന്നുണ്ടോ? എവിടെ എത്തി നമ്മുടെ സഹോദരിമാർ? നഗ്നത മറയ്ക്കുന്നുണ്ടോ? തല മറയ്ക്കുന്നുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കൾ സ്കൂളിലേക്ക് പോകുമ്പോ തല മറച്ചിട്ടുണ്ട്, പക്ഷേ സ്കൂളിൽ എത്താറാകുമ്പോ അവളുടെ തലയിൽ കിടക്കുന്ന ഷാള് കാണുന്നില്ല, അത് കഴുത്തിലേക്ക് വന്നിരിക്കുകയാണ്. കഴുത്തിൽ കിടക്കുന്ന ഷാള് മടക്കിയിട്ട് ബാഗിനുള്ളിൽ വെച്ചിരിക്കുകയാണ്. ചിന്തിക്കണം, എത്ര ചെറുപ്പക്കാരിവിടെ പാൻപരാഗിനടിമപ്പെട്ടു, ലഹരിക്കടിമപ്പെട്ടു. സ്കൂളിലേക്ക് മക്കളെ പറഞ്ഞു വിട്ടാൽ പോരാ, ഈ മക്കൾക്കുള്ളതാകുന്ന സമ്പാദ്യം മുഴുവനും ചെലവഴിക്കുന്ന പിതാവ് അവന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ, കൂടിയ മൊബൈൽ ഫോൺ എവിടുന്നാണ് കിട്ടിയത് എന്ന് ഉപ്പ ചോദിക്കണം. അവന്റെ ബാഗൊക്കെ ഒന്ന് പരിശോധിക്കണം. അപ്പൊ പാൻപരാഗ് കിട്ടും. പെൺമക്കളുടെ ബാഗ് പരിശോധിക്കണം. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പർദ്ദ കിട്ടും. എന്തിനാ പർദ്ദ? പോകുന്ന വഴിക്ക് ഇതിട്ടിട്ട് ഏതെങ്കിലും പാർക്കിൽ പോയിരിക്കാം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കല്ലേ? മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂളിൽ ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ട് 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികൾ ഉറക്കം തൂങ്ങുന്നത് കണ്ടപ്പോ ടീച്ചർ അവരെ എഴുന്നേപ്പിച്ചു നിർത്തി. എഴുന്നേക്കാൻ പോലും കഴിയുന്നില്ല പല കുട്ടികൾക്കും. അവസാനം അവരെ ശരിക്കൊന്ന് പരിശോധിച്ചപ്പോ അവരുടെ യൂണിഫോമിൽ പെട്ടതാകുന്ന ഷോക്സിന്റെ അടിയിൽ കാലിൽ ബ്ലേഡ് കൊണ്ട് മുറിച്ചിട്ട് പാൻപരാഗ് പോലെയുള്ളതാകുന്ന പൊടികൾ അതിനുള്ളിൽ വെച്ചിട്ട് ഷോക്സ് വെച്ച് അമർത്തിയിട്ട് ആ മുറിവിന്റെ ഉള്ളിലൂടെ ലഹരിയുടെ പ്രവാഹം തലച്ചോറിനുള്ളിലേക്ക് കടന്നു വരുന്നതിന്റെ ആലസ്യത്തിൽ സദസ്സിലിരുന്നിട്ട് ക്ലാസ്സിലിരുന്നിട്ട് മയങ്ങാൻ. ഇതൊക്കെയാണ് നടക്കുന്നത്. മുസ്ലിം വിദ്യാർത്ഥിനികൾ, അത് മുഴുവനും മുസ്ലിം വിദ്യാർത്ഥിനികൾ. അവിടെ തന്നെയല്ലേ നടന്നത്? സവാദ് എന്ന് പറയുന്നതാകുന്ന ഒരു ചെറുപ്പക്കാരൻ ആ പാവപ്പെട്ട സഹോദരനെ 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളതാകുന്ന ഒരു പെണ്ണ്, 4 മക്കളുള്ളതാകുന്ന ഒരു ഭാര്യ, തലയ്ക്ക് കാമുകൻ വന്ന് വലിയൊരു ഇതുകൊണ്ട് അടിച്ചിട്ട് അദ്ദേഹം ചക്രശ്വാസം വലിക്കുമ്പോ അവസാന ശ്വാസം നിലയ്ക്കുന്ന വേളയിൽ കഴുത്തിലേക്ക് കത്തിവെച്ചിട്ട് നരമ്പുകൾ മുറിച്ച പെണ്ണ് മുസ്ലിം വനിത. ഏത് കാലഘട്ടം? നഊദുബില്ലാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
ومن يقتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها وغضب الله عليه ولعنه وأعد له عذابا أليما. പരിശുദ്ധ ഖുർആൻ. ആരെങ്കിലും മുഅ്മിനായ മനുഷ്യനെ മനഃപൂർവ്വം കൊന്നാൽ അവന് കാലാകാലം നരകമാണ്. ഫജസാഉഹു ജഹന്നം ഖാലിദൻ ഫീഹാ. കാലാകാലം ജഹന്നം. ഖീല വമാ ജഹന്നം യാ റസൂലല്ലാഹ്. എന്താണ് ജമീഅൻ ജഹന്നം? എന്താണ് ഈ ജഹന്നം എന്ന് പേര് വെക്കാൻ കാരണം? قال رسول الله صلى الله عليه وسلم لأنه يتجهم وجوه الرجال والنساء. ജഹന്നമനെ ജഹന്നമ എന്ന് പേര് വെക്കാനുള്ള കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മുഖത്തുള്ള ചർമ്മങ്ങളും അതിന്റെ മാംസങ്ങളും അതിന്റെ എല്ലുകളും ഉൾപ്പെടെ കരിച്ചുകളയും അത്രേ ജഹന്നം എന്ന് പറയുന്ന നരകത്തിന്റെ തീജ്വാലയെന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് സഹാബ ജഹന്നമ എന്ന് പേര് വെക്കാൻ കാരണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ചിന്തിക്കണം. നമ്മളൊരു മടിയില്ല, ഇവിടെ ഇങ്ങനെ നടക്കുക. ഒരു തെറ്റ് ചെയ്താലും പ്രശ്നമില്ല. സ്വന്തം ഭർത്താവിനെ പോലും അവസാന ശ്വാസം കിട്ടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടവള് കത്തി വെച്ചിട്ട് കഴുത്ത് മുറിക്കാന്ന് പറയുമ്പോ എവിടെ എത്തിപ്പോയി? അവിടെയാണ് നമ്മൾ നമ്മുടെ ഭാര്യമാരെ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകട്ടെ. എന്താ ഒരു കട്ടി വരാത്ത? പേടിച്ചിരിക്കുകയാണെങ്കിൽ അള്ളാഹു ആഫിയത്ത് തരട്ടെ. ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കാല വിപത്തുകളിൽ നിന്ന് അള്ളാഹു കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ.